യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. സങ്കീർത്തനങ്ങൾ 37:4. പലപ്പോഴും നാം ഈ വചനത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. എന്നാൽ അതിനായുള്ള രഹസ്യം കിടക്കുന്നത് ആദ്യ പകുതിയിലാണ്. കർത്താവിൽ ആനന്ദിക്കുക. നാം സന്തോഷിക്കേണ്ടത് ലോകത്തിലോ വസ്തുവകകളിലോ സമ്പത്തിലോ ആളുകളിലോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിലായിരിക്കണം. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവഹിതത്തിന് അനുസൃതമായി മാറും. ദൈവത്തിൽ രസിക്കുക എന്നാൽ ദൈവവുമായുള്ള ഒരു ആഴമേറിയ ബന്ധം ആസ്വദിക്കുക എന്നതാണ്. ഒരു കുട്ടി തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നത് പോലെ നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും സന്തോഷിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളുമായി ചേർന്ന് പോകുമ്പോൾ ദൈവം അത് സാധിച്ചു തരും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നാണല്ലോ വചനം പറയുന്നത്. കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖത്തിലും ഹന്ന ദേവാലയത്തിൽ പോയി ദൈവത്തോട് തൻ്റെ ഹൃദയം പകർന്നു. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച അവൾക്ക് ശമൂവേൽ എന്ന പുത്രനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ശൗൽ രാജാവിനാൽ വേട്ടയാടപ്പെട്ടപ്പോഴും യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പാടി ദാവീദ് ദൈവത്തിൽ ആനന്ദിച്ചു. ദാവീദിൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ വിശ്വസ്തത അവൻ അനുഭവിച്ചു. കുഴിയിലും കാരാഗൃഹത്തിലും കിടക്കുമ്പോഴും യോസേഫ് ദൈവത്തിൽ പ്രത്യാശ വെച്ചു. സാഹചര്യം മോശമായിരുന്നിട്ടും യോസേഫ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഒടുവിൽ ദൈവം അവന് നഷ്ടപ്പെട്ട കുടുംബത്തെയും അധികാരവും നൽകി ആദരിച്ചു. എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇവരെപ്പോലെ ഇതൊക്കെ പ്രായോഗികമാക്കാം? ചുറ്റുമുള്ള തിന്മയെക്കുറിച്ചോ മറ്റുള്ളവരുടെ വളർച്ചയെക്കുറിച്ചോ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ നമുക്കും ഏറ്റുപാടാം. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവം തരുന്ന സമയം വളരെ കൃത്യമാണ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടെ വരുന്നു. കർത്താവെ, അങ്ങയിൽ ആനന്ദിക്കുവാനും അങ്ങയുടെ സാന്നിധ്യത്തിൽ സന്തോഷം കണ്ടെത്തുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ലോകഹിതത്തിന് അനുസരിച്ചാകാതെ അങ്ങയുടെ ഹിതത്തിന് അനുസരിച്ചാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രതിസന്ധികളും ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക എന്ന വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സങ്കീർത്തനങ്ങൾ 37:4 അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ ഞങ്ങളുടെ നീതിയെ പ്രകാശം പോലെയും ഞങ്ങളുടെ ന്യായത്തെ മധ്യാഹ്നം പോലെയും നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. ആമേൻ.